താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് UDFന്റെ വാർഡ് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കാലടി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് UDFന്റെ വാർഡ് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികം ആളുകൾ നമ്മുടെ ഈ വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീ PV സ്റ്റീഫന്റെ വിജയത്തിന് വേണ്ടി ഈ കൺവെൻഷന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നത് കാണുമ്പോൾ തന്നെ എന്തായാലും ഈ വാർഡിലെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാം. വാർഡ് പ്രസിഡന്റ് ബെന്നി കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വാർഡ് സ്ഥാനാർത്ഥി PV സ്റ്റീഫൻ, KB സാബു, സാംസൺ ചാക്കോ, ബ്ലോക്ക് സ്ഥാനാർത്ഥി പുഷ്പകല തങ്കപ്പൻ, ഫിലോമിന കോലഞ്ചേരി, ഷീജ സെബാസ്റ്റ്യൻ, ഷിജി വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, തോമസ് കൈപ്രമ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാലടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമുണ്ട്. കാലടി ഗ്രാമപഞ്ചായത്തിൽ എപ്പോഴെല്ലാം UDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ, കോൺഗ്രസ് മുന്നണി എന്ന് കാലടി പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അന്നെല്ലാം അതിന് വികസനം ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കാലടി പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന് മാത്രമാണ്, കോൺഗ്രസ് UDF മുന്നണിക്ക് മാത്രമാണ്. കാലടിയിലെ ആദ്യമായി കാലടി പഞ്ചായത്തിൽ ഒരു കെട്ടിടം പണിതത് ടൂറിസം ഇൻഫർമേഷൻ സെന്റർ KC വേണുഗോപാൽ അന്ന് ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്തൊരു കെട്ടിടം, ടൂറിസം മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ് പഴയ പഞ്ചായത്ത് കെട്ടിടം. അതിനുശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. 2 പ്രാവശ്യം LDFന്റെ ഭരണസമിതി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാനും ഷയ്യൻ തോട്ടപ്പള്ളിയും ഫിലോമിന കോലഞ്ചേരിയും ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താണ് ആധുനിക രീതിയിലുള്ള ഏറ്റവും വലിയൊരു പഞ്ചായത്തിൽ ഒരു കെട്ടിടം നമ്മളവിടെ പണിതു. അവിടെ ഫിഷറീസ് മാർക്കറ്റ് പണിതു, അതേപോലെ തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ് പണിതു. അങ്ങനെ വികസന പ്രവർത്തനം നടത്തി. അതിനുശേഷം 5 വർഷക്കാലം ശ്രീമതി തുളസിബായി ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPM ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ. ആ കാലത്ത് എന്താ നടന്നത്? ആകെ നടന്നൊരു പരിപാടിയുണ്ട്, നിങ്ങൾക്കറിയാം. അതായത് CSR ഫണ്ട് ഉപയോഗിച്ച് 8.25 കോടി രൂപ മുടക്കി കാലടിയിൽ കൈവരി പിടിപ്പിച്ചു, ടൈലിട്ടു, അതുപോലെ കാന ഉണ്ടാക്കി. 8.25 കോടി രൂപയാണ് ഇന്ന് വിജിലൻസ് അന്വേഷണം നേടുന്നത്. ഇതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല.